മില്ലു വരുന്നുണ്ട്. മില്ലു ഡയപ്പറിന്റെ കവറൊക്കെ കാലിയാക്കിയാണ് കൊണ്ടാ. ഇവിടെ ഒരുപാട് കളിസാധനമുണ്ട്, പക്ഷെ മില്ലുവിന് അതൊന്നും വേണ്ട. മില്ലു ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കോ അല്ലെ വല്ല ചീർപ്പോ അതൊക്കെ മതി മില്ലുവിന് കളിക്കാൻ. ഇപ്പൊ ഞാൻ പറയാൻ വന്നത് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പാക്ക് ഓൾറെഡി കഴിഞ്ഞപ്പോൾ നമ്മൾ പുതിയ പാക്ക് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് മില്ലുവിന് വേണ്ടിയിട്ട്. ലവ് ലാപ്പിന്റെ ഡയപ്പർ. അപ്പൊ മില്ലുവിന് ഫ്രം ദ ബിഗിനിങ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡയപ്പർ ലവ് ലാപ്പിന്റെ ഡയപ്പർ മാത്രമാണ്. കാരണം എന്താണ്, ഒരു ഇറിറ്റേഷനും ഇല്ല, അവന് ഭയങ്കര കംഫർട്ടാണ്. പിന്നെ രാത്രിയൊക്കെ നമ്മൾ ഡയപ്പർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒട്ടും ലീക്കേജ് ഇല്ല. രാവിലെ വരെ ലീക്കേജ് ഇല്ലാതെ അവനൊന്നും ഡിസ്റ്റർബ് ചെയ്യാതെ ആ ഡയപ്പർ അങ്ങ് ഇരുന്നോളും. അതാണ് എനിക്ക് ഈ ഡയപ്പർ ഭയങ്കര ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം. പിന്നെ ഇതിൽ വെറ്റ് ഇൻഡിക്കേറ്റർ ഉണ്ട്. വെറ്റ് ഇൻഡിക്കേറ്റർ ഉണ്ടാകുമ്പോൾ എന്താ പെട്ടെന്ന് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും നനഞ്ഞു കഴിയുക. പിന്നെ എന്താ നല്ല കംഫർട്ട് ആയിട്ട് ഇടാൻ പറ്റും. ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. ഇല്ലൊരു കളിശാചനം പാരിപ്പോഴേക്കാം. എനിക്ക് തൊഴയായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പൊ ഇത്രയുള്ളൂ. നല്ല ഡയപ്പർ ആണെങ്കിലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു സ്റ്റിക്കർ ഉണ്ട്, നമുക്ക് പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിട്ട് ഈ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റും. മില്ലിയോ കൊശ്രാങ്കൊള്ളി ഭയങ്കര കൊശ്രാങ്കൊള്ളിയാണ്. നല്ല കുടുത്തക്കേടുണ്ട് കേട്ടോ ഇതിന്. മുതൽ എക്സ്ട്രാ ലാർജ് വരെ ഉണ്ട്. മില്ലിയോ നമ്മൾ ലാർജ് ആണ് യൂസ് ചെയ്യാറ്. അപ്പൊ നിങ്ങളുടെ സൈസ് കുട്ടികളുടെ സൈസിനനുസരിച്ച് ഞങ്ങൾക്ക് ഇത് മേടിക്കാം. ഇത് നിങ്ങൾക്ക് ലവ് ലാപ്പിന്റെ സൈറ്റിൽ പോയാലും മേടിക്കാം. പിന്നെ ആമസോണിൽ അവൈലബിൾ ആണ്. നമ്മളെപ്പോഴും ആമസോണിലാണ് ഇത് മേടിക്കാറ്. എല്ലാ സൈസിലും നിങ്ങൾക്ക് കിട്ടും. സ്മോൾ ആയാലും ഇപ്പം വലുതായാലും ഒക്കെ നിങ്ങൾക്ക് ഗൈസ് ഇതിന്റെ ലിങ്ക് നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. ഇവൻ അക്രമി ആകുന്നുണ്ട്. ലവ് ലാപ്പിന്റെ ഡയപ്പർ ഒക്കെ ഇട്ട് നല്ല ഒരു ഇറിറ്റേഷനും കൂടാതെ ഇങ്ങനെ കളിക്കുന്നുണ്ട് അല്ലേ മില്ലിയോ? ഡയപ്പർ കാണിച്ചതിന്റെ അതല്ല, ഡയപ്പർ എടിയല്ലേ ഡയപ്പർ? ആ മില്ലിയോ ഇട്ട ഡയപ്പർ കാണിച്ച. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്ന വീടിന്റെ ബാക്കി ഡീറ്റെയിൽ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. എല്ലാവരും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമന്റും ലൈക്കും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഗൈസ്. അപ്പം നമ്മുടെ പായലിങ്ങും ചെയ്തു, പായൽ ക്യാപ്പും ചെയ്തു. ഇത് മുഴുവൻ പായൽ ക്യാപ്പാണ്. പായൽ ക്യാപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വർക്ക് ഇതുവരെ ചെയ്തിട്ടുള്ളത്. മിലിയോയും ഞാനും മിരിയും അപ്പവും കൂടിയിട്ട് ഇന്ന് നോക്കാൻ വന്നതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു അടിപൊളി സംഭവം വേറെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മുന്നേ ഉണ്ടായ ഒരു കിണറാണ് കേട്ടോ. ആ കിണർ നമ്മൾ മൂടിയിട്ട് അവിടെയും പായലിങ്ങൊക്കെ വരുന്നുണ്ട്. അത് മൂടി. ഇനിയിപ്പം നമ്മുടെ പുതിയ കുഴിച്ച കിണർ കാണിച്ചു തരാം. ഇതാണ് പുതിയ കുഴിച്ച കിണർ. ഈ കിണറിൽ നല്ല വെള്ളമുണ്ട്, ഫുള്ള് വെള്ളമുണ്ട്. ഇനി മഴ പെയ്തുകൊണ്ട് നല്ല ചളിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ പായൽ ക്യാപ്പാണ്. ഇതാണ് നമ്മുടെ ശരിക്കുള്ള സ്ഥലം വരുന്നത് കേട്ടോ. റോഡ് സൈഡാണ്. അതാണ് റോഡ്. അവിടെ ഇപ്പോൾ ഒരു ഷീറ്റൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. മില്ലിയോനോട് ചോദിക്കട്ടെ. മില്ലിയോ, മില്ലിയോ വീട് ഇഷ്ടമായ സ്ഥലം ഇഷ്ടമായി? എനിക്ക് എന്നെ ഇഷ്ടമായിട്ട് കിണർ ഇഷ്ടമായില്ല? മുമ്പ് ഇഷ്ടമായ? മുമ്പ് ഇഷ്ടമായിന്? അപ്പം ഗൈസ്, കണ്ണൂരിൽ വന്നത് നമ്മുടെ ഏറ്റവും ഫസ്റ്റ് ഓഫ് ചോയ്സ് ഇതാണ്. കാർത്തിക ഹോട്ടലാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള ഇലയൊക്കെ വെച്ചിട്ടുള്ള ചോറിനൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. പൊന്നിയുണ്ട്, മറ്റേ ഉറുവയുണ്ട്, കുറേ ഐറ്റംസ് ഉണ്ട്. ഇവിടെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ടൈം വന്നപ്പോൾ തന്നെ ഇവിടുത്തെ ഒരു ടേസ്റ്റും ഇവിടുത്തെ ഒരു സർവീസും നമ്മളാണ് ഇമ്പ്രസ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ കാർത്തിക ഹോട്ടലിലുള്ള സോളായിട്ടുള്ള ഒരാളാണ് ഞാൻ കാണിച്ചത്. നമ്മളെപ്പോൾ വന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ സീറ്റും ഭക്ഷണവും കാര്യങ്ങളൊക്കെ എത്തിച്ചേരുന്നത് ബ്രോ ആണ്. വിനിൽ ബ്രോ ആണ് ഇവിടെ എല്ലാമായി കാണുന്നത്. നമ്മുടെ കൂടെ ജിബീഷാനും ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ്. വിളമ്പി തുടങ്ങിയതേ ഉള്ളൂ, ഇവിടെ ഒന്നും തീരില്ല. ഇവിടെ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ട് കേട്ടോ, മീൻ മുട്ട. പക്ഷെ നമ്മളിതുവരെ കിട്ടിയില്ല അല്ലേ. ഭയങ്കര വെറൈറ്റി ആണ്, അവൈലബിൾ ആകാൻ കുറച്ച് കഷ്ടമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ കേട്ടോ. നമ്മളല്ല, കാർത്തിക ഹോട്ടലിൻ്റെ ഫസ്റ്റ് ഫ്ലോർ. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല
ആംബിയൻസ് ഒക്കെ ആക്കി ഒരു ഫാമിലി റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് സ്പെഷ്യൽ ഐറ്റം എന്ന് വന്നിട്ടുണ്ട് പുഴഞ്ഞുണ്ട്. എവിടെ? ഓ മൈ ഗോഡ്, ഇത് കുറേ ഉണ്ടല്ലോ. ആ എടുത്തോ. ഞണ്ട് വേണ്ട വേണ്ട ബ്രോ, ആ ഇത് മതി. ഒന്നും വേണ്ട, ഇത് മതി. ഗൈസ് അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ പുഴഞ്ഞുണ്ട് ഓപ്പൺ ചെയ്യുന്നു. ബ്രോ എന്ന് പറയുന്നത് ഗൈസ്, ചോറ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഹോട്ടലിൽ പോയി തിന്നുന്നതിൻ്റെ ഒരു ഫീലേ ഇല്ല. ശരിക്കും വീട്ടിലുണ്ടാക്കിയ കറിയും പൊരിച്ചതും വരട്ടിയതൊക്കെ. പിന്നെ ഇവിടുത്തെ നമ്മൾ ഈ നാടൻ രീതിയിൽ വിളമ്പുന്ന ഒരു രീതിയിൽ കൂടി ഭയങ്കര അട്രാക്റ്റീവ്. ഇത് കണ്ടോ ഈ സാധനം? എവിടെ ഇത് മട്ടനാണ് കേട്ടോ. മട്ടൺ ഇലയിൽ ചുട്ട് പൊളിച്ചെന്തോ ആക്കിയതാണ് ഇത് സാധനം. പിന്നെ ഈ ഫിഷ്, ഇവിടെയുള്ള ഫിഷ് ഉണ്ട്. പിന്നെ അവിടെ അയില പൊരിച്ച് കിട്ടും, അവിടെ അയില പൊരിച്ചുണ്ട്. പിന്നെ ഞണ്ട് കൊണ്ടുവന്ന സ്റ്റൈൽ ഉണ്ടോ, ചട്ടിയിലാക്കിയിട്ട് അതൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഒത്തൻറ്റിക് രീതിയിൽ കണ്ണൂരിൽ എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞാൽ ഒരേ ഒരു സ്ഥലം ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ, നമ്മുടെ ഈ റെസ്റ്റോറൻറ്റ്. ഇതൊരു വീട് പോലെ തന്നെയാണ്. കാർത്തിക ഹോട്ടൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തോ. ഇതൊക്കെ ഞാൻ ടേസ്റ്റ് ചെയ്തു. ഇവർ എങ്ങനെയുണ്ട് ഫുഡ്? ഇവർ ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് തളർന്നു എന്നൊക്കെ പറയും. അതേപോലെ പക്ഷെ എനിക്കെല്ലാം കഴിക്കാൻ പറ്റില്ല. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു, കുറേ ഐറ്റംസ്. മെരീൻ്റെ ഇല എപ്പോഴും ഫുഡ് ഭയങ്കര സൂപ്പറായിരുന്നു. അതുകൊണ്ട് എന്താണ് കഴിച്ച് നമ്മളിവിടെ മൽക്കിട്ട് പോയി. അപ്പം ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നമുക്ക് കാർത്തികയിലെ ഫുഡ് തിന്നുകൊണ്ടിരിക്കുമ്പം എടുക്കാൻ തോന്നിയൊരു വ്ളോഗാണ്. അതിൻ്റെ ടേസ്റ്റൊക്കെ നിങ്ങളൊന്ന് അറിയിക്കണം തോന്നിയിട്ട്. നിങ്ങൾ കണ്ണൂർ വരികയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കാർത്തികയിൽ വന്നിട്ട് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എന്തായാലും ഒരു നല്ലൊരു മനസ്സൊക്കെ ഉണ്ടാവും, ഭക്ഷണം കഴിച്ചതിനൊരു സംതൃപ്തി നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിലേക്ക് നമുക്ക് കാണാം. ഈ വ്ളോഗ് എന്തായാലും കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഗൈസ്. സീ യു. ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നറിയില്ല, ഉറക്കം വരും. ഗൈസ്, അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ലഞ്ച് കഴിഞ്ഞു. ഇനി ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകണം കേട്ടോ. കല്യാൺ സിൽസിൻ്റെ ഷൂട്ടിനാണ് പോകുന്നത്. രാവിലെ ഓൾറെഡി വയറ് കുറച്ച് കൊണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഭക്ഷണം കഴിച്ച് ഇനിയും ഷൂട്ടിന് മൊത്തം ഞാൻ അമുക്കി പിടിച്ചിട്ട് ചെയ്യേണ്ടി വരും. അപ്പം ഇതാണ് നമ്മുടെ കാർത്തിക ഹോട്ടൽ. ഇനി നിങ്ങൾ കണ്ണൂർ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും കാർത്തിക ഹോട്ടൽ വിസിറ്റ് ചെയ്യണം. ഇത് എന്താണ് എനിക്ക് പറയാനുള്ളത്? എനിക്ക് ഐസ്ക്രീം കിട്ടിയപ്പോൾ പിന്നെ മെരി ഒന്നും അനങ്ങനെയില്ല. ഞാൻ ഐസ്ക്രീം തിന്നിട്ട് അതാണ് കേട്ടാ. നമുക്ക് നടന്നുകൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ ചേട്ടാ അടിച്ച് ചിലപ്പോൾ താഴെ പോകും കേട്ടാ. ചേട്ടാ ക്യാമറ ഒക്കെ സെറ്റാക്കി വന്നു. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ ആൾക്കാരുണ്ട്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവിടുത്തെ ഭക്ഷണം പോലെ തന്നെ അല്ല, അവിടുത്തെ ഭക്ഷണം പോലെ തന്നെ അടിപൊളിയാണ് അവിടുത്തെ സ്റ്റാഫും, പ്രത്യേകിച്ച് അവിടുത്തെ ഓണറും അവിടുത്തെ സെർവ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. നമ്മളോട് പെരുമാറുന്ന രീതിയൊക്കെ നമ്മൾ ശരിക്കും വരാൻ നേരത്തെ ഈ 2 3 ഐസ്ക്രീം നമ്മൾ അമ്മാവനൊക്കെ വാങ്ങിച്ചു തരുന്ന പോലെ 3 ഐസ്ക്രീം കൈകൾ തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് തന്നിട്ട് നമ്മൾ പറഞ്ഞു വിട്ടു. അപ്പോൾ എന്തായാലും ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യണം. സോ താങ്ക് യു ഗൈസ്. പോയേനെ.